നമസ്കാരം, ഡെമോക്രസിയിലേക്ക് സ്വാഗതം. ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിൽ നിരവധി ജീവനുകൾ പൊലിഞ്ഞിട്ട് ദിവസങ്ങളായി. എന്തിനും ഏതിനും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്ന സർക്കാർ ഇക്കാര്യത്തിൽ മാത്രം അനങ്ങുന്നില്ല. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊച്ചിയിൽ ഇടതുപക്ഷം സമരത്തിലാണ്. അന്വേഷണം നടക്കാത്തത് മേയർ ടോണി ചെമ്മണിയുടെ പിടിപ്പുകൾ കൊണ്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട, നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട. 5 ദിവസക്കാലം മുമ്പ് സഖാവ് KJ ജേക്കബും ഷക്കീറും ഇവിടെ ആരംഭിച്ച നിരാഹാര സമരം കൊച്ചി നഗരത്തിന്റെ ആകെ സമരമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ആളുകൾ മരിച്ചിട്ടും ഇപ്പോൾ ഇതിനൊന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എത്ര ആളുകൾ മരിച്ചാലാണ് ഇതിനാവശ്യമുള്ളത്, ഇത്തരം കാര്യങ്ങൾ അന്വേഷണമൊക്കെ ആവശ്യമുള്ളത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയാൽ മതി. തിരുവനന്തപുരത്ത് ചെന്നാൽ ഞാൻ അയച്ച കത്തിന് പുറമെ അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഈ പ്രശ്നത്തിൽ, നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന പ്രശ്നത്തിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട. നാളെയെങ്കിൽ മറ്റന്നാൾ വരൂ, എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കോർപ്പറേഷനും ഗവൺമെൻറ്റും എന്തെല്ലാം മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്ന് അത്തരമൊരു അന്വേഷണത്തിന് മാത്രമേ പുറത്തു കൊണ്ടുവരാൻ കഴിയൂ. അതുകൊണ്ട് അന്വേഷണം വേണ്ട എന്ന് പറയുന്ന ഒരു നിലപാട് ശരിയല്ല. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ ഏകണ്ഠമായിട്ടൊരു പ്രമേയം പാസ്സാക്കി? ഞങ്ങൾ തിരിച്ചു തല്ലും നിന്റെ തണ്ടല്ലു വെട്ടിപ്പതാക കെട്ടും. ഞങ്ങൾ തിരിച്ചു തല്ലും നിന്റെ തണ്ടല്ലു വെട്ടിപ്പതാക കെട്ടും. അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ പാസാക്കിയ പ്രമേയം ഉമ്മൻചാണ്ടി ദൂരെ കളഞ്ഞതിന് പാവം മേയർ എന്തു ചെയ്യും? എന്തായാലും പുറത്തു സമരം നോക്കുമ്പോൾ കോർപ്പറേഷൻ കൗൺസിലിനുള്ളിലും പ്രതിപക്ഷത്തിന് വെറുതെ ഇരിക്കാനാവില്ലല്ലോ. ചമ്മണിയെയും അങ്ങ് ഉപരോധിച്ചു കളഞ്ഞു. ഏത് പാലം അപകടത്തിലായാലും പൊളിക്കേണ്ടി വന്നാൽ പൊളിക്കണം. പണ്ട് നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ പഞ്ചായത്ത് ആഫീസ് തന്നെ പൊളിച്ചു പണി. ഈ പൊളിച്ചു പണിയുടെ പിന്നിലെ ഭ്രാന്തൻ ബുദ്ധി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയുടേതാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളുടെ പാട്ടാ. ഈ സഭയിലില്ലാത്ത മണ്ടോദരിയമ്മയുടെ പേര് ഈ ചർച്ചയിൽ വലിച്ചഴിക്കേണ്ട ആവശ്യമില്ല. പാലവും ഈ സഭയിലില്ലല്ലോ. ഒരു സ്വേച്ഛാധിപതിയെ പോലാണ് പ്രസിഡന്റ് ഇക്കാര്യത്തിൽ പെരുമാറിയത്. പ്രതിപക്ഷത്തോട് പോട്ടെ, സ്വന്തം മുന്നണിയിൽപ്പെട്ട അംഗങ്ങളോട് പോലും ആലോചിക്കാനുള്ള സാമാന്യമര്യാദ കാണിച്ചില്ല. ഞങ്ങളോടൊക്കെ ആലോചിച്ചിട്ട് തന്നെയാ. പ്രതിപക്ഷ നേതാവ് വസ്തുതകൾ വളച്ചൊടിക്കുകയാണ്. പാലം അപകടത്തിലാണെന്ന് പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹം വന്ന് പരിശോധിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മദ്യത്തിൽ കുളിപ്പിച്ച് പാലത്തെ കൊണ്ടുവന്ന കഥ ഇവിടെ അങ്ങേറി പാട്ടാണ്.
അയാളുടെ ഛർദ്ദലിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും പാലത്തിന്റെ ഇരുമ്പഴികളിൽ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അത് കഴുകിക്കളാൻ ഉടനെ വേണ്ട ഏർപ്പാട് ചെയ്യും. ഈ പഞ്ചായത്ത് ചേഞ്ച് നാറുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. ഞാൻ ഇദ്ദേഹത്തിന് രാജി ആവശ്യപ്പെടുന്നു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? ഇയാൾ പറഞ്ഞോളെ രാജിവെച്ച് ഇറങ്ങിപ്പോൻ. ഇറങ്ങിപ്പോയില്ലെങ്കിൽ ജനങ്ങളകത്ത് കയറി വയസ്സിനെ പിടിച്ച് പുറത്താക്കും. പ്രസിഡന്റ് ഓടി ചെയ്യാൻ ആവശ്യപ്പെടുന്നു. പാലത്തിന്റെ വിശദമായ ചർച്ച ഇനി ആവശ്യമില്ല. അജണ്ടയിലെ അടുത്ത ഇനത്തിലേക്ക് പ്രവേശിക്കാം. വിധവാ പെൻഷൻ. വിധവാ പെൻഷൻ. അവന്റെ അച്ഛയുടെ വിധവാ പെൻഷൻ ഇരുന്നില്ലെങ്കിൽ നീ എന്തോ മൂത്താനാണ്. ഓണത്തിന്റെ കുട്ടികച്ചവടം തീരുമാനമാകുമ്പോ അറിയിക്കാം. ഞാൻ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിലാണ് വിളിച്ചത്. എല്ലാ കക്ഷി നേതാക്കളും ഇതെങ്ങനെ വേണമെന്ന് സംബന്ധിച്ച് ഒരു യോഗം നടക്കണം. പ്ലീസ് എല്ലാ നിയമങ്ങളും ഇത് അച്ചടക്ക വിരുദ്ധമാണ്. ഈ കൗൺസില് തുടരാൻ സാധിക്കില്ല. കൗൺസിൽ യോഗം അവസാനിച്ചിരിക്കുന്നു. കൗൺസിൽ യോഗം പിരിച്ചുവിട്ടെങ്കിലും പ്രതിപക്ഷം ടോണി ചമ്മണിയെ വിട്ടില്ല. ഉമ്മൻചാണ്ടി കരഞ്ഞാലേ ചമ്മണിക്ക് രക്ഷയുള്ളൂ എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കെണ്ണാടി പോലെ വരും ടോണിക്കുട്ട നീ കാണാതെ ഇന്ന് വരും ടോണിക്കുട്ട ഇന്നെങ്കിൽ നാളെ വരും നാളെങ്കിൽ മറ്റന്നാൾ വരൂ എന്നെങ്കിലും എപ്പോഴും വരൂ ടോണിക്കുട്ട എന്നാലും ഇന്ന് വരും ടോണിക്കുട്ട. നാളെയോ മറ്റന്നാളോ ആയാലും വേണ്ടില്ല. ഇത് പ്രതിപക്ഷത്തിൻ്റെ മാത്രമല്ല, കൊച്ചിയിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സാധിച്ചു കൊടുക്കണമെന്നാണ് ഡെമോക്രസിയുടെയും നിലപാട്. ഇടവേളയ്ക്ക് ശേഷം ചാണ്ടി സർക്കാരിൻ്റെ പട്ടിനയം. സംരക്ഷണമുണ്ട്, ചികിത്സയുണ്ട്. എന്നാൽ ഈ പട്ടി ഈ മന്ത്രിമാരെ ഒട്ട് കടിക്കത്തുമില്ല. കടിച്ചാൽ പട്ടി ചാവും, മന്ത്രിമാര് പുല്ല് പോലെ പോകും. ഇതെന്റെ തലയിൽ 3 വട്ടം ഇങ്ങനെ ഉയിഞ്ഞ് തറയിലെറിഞ്ഞ് പൊട്ടിച്ച മുട്ട പൊട്ടണ പോലെ അന്റെ തല പൊട്ടിത്തെറിക്കും.